നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കിയാലോ. ഇതിനായി ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ ജാറിലേക്ക് നമ്മൾ മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇത് മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3 ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 3/4 പാത്രത്തോളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ആവി കയറാനായിട്ട് വച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീമറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മളൊരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേന് നന്നായി ഒന്ന് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.